സഹപാഠികളെ പോലും ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന കാലത്ത് വ്യത്യസ്തമായ ഒരു സൗഹൃദത്തിന്റെ കഥ പറയുകയാണ് കോഴിക്കോട് കക്കോടി സ്വദേശികളായ സൂര്യദേവും സുൽത്താനും. ജന്മന ശാരീരിക വൈകല്യം നേരിടുന്ന സൂര്യദേവിന് താങ്ങും തണലുമെല്ലാം കൂട്ടുകാരനായ സുൽത്താനാണ്. സൗഹൃദത്തിന്റെ വേറിട്ടൊരു തലമാണ് ഈ കൊച്ചു കൂട്ടുകാർക്ക് പറയാനുള്ളത്. ഇത് സൂര്യദേവിന്റെയും അവനെ ജീവനതുല്യം ഇഷ്ടപ്പെടുന്ന സുൽത്താന്റെയും കഥയാണ്. കോഴിക്കോട് കക്കോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സൂര്യദേവും സുൽത്താനും. ബദിരൂർ സ്വദേശികളായ VP ബിജുവിൻ്റെയും ലിജിതയുടെയും 2 മക്കളിൽ മൂത്തവനാണ് സൂര്യദേവ്. റഷീദ് നൂർജഹാൻ ദമ്പതികളുടെ 4 കുട്ടികളിൽ ഇളയവനാണ് സുൽത്താൻ. ജന്മന ശരീരം തളർന്നുപോയ സൂര്യദേവിന് താങ്ങും തണലുമാണ് സുൽത്താൻ. ഏറെ കഷ്ടതകൾ നിറഞ്ഞ യാത്രയ്ക്കൊടുവിലാണ് സൂര്യദേവ് സ്കൂളിലെത്തുന്നത്. അവിടെ എത്തിയാൽ പിന്നെ എല്ലാം നോക്കാൻ പ്രിയപ്പെട്ട സുൽത്താൻ ഉണ്ടാവും. പഠിക്കാൻ മിടുക്കരാണ് രണ്ടുപേരും. പൈലറ്റ് ആവണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം. ഇവരുടെ സൗഹൃദത്തിന്റെ കഥ കേട്ട് പേരാമ്പ്ര അസറ്റ് ചെയർമാൻ CH ഇബ്രാഹിം സുൽത്താന്റെയും സൂര്യദേവിന്റെയും വീടുകളിലെത്തി അഭിനന്ദനം അറിയിച്ചു. മാത്രമല്ല ഈ ഏരിയയിൽ മുഴുവൻ മതിയാവും. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കും. 2 കുട്ടികളുടെയും മുഴുവൻ പഠന ചിലവുകളും അസറ്റ് പേരാമ്പ്ര ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടി വ്യക്തികൾ മാത്രമല്ല ഭരണകൂടം തന്നെ കാരണമാവുന്ന സമയത്ത് ഒരുപാട് വലിയ സന്ദേശങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിനെ ചേർത്ത് നിർത്തേണ്ടതെന്നും എങ്ങനെയാണ് മനുഷ്യൻ മനസ്സിനെ ഒന്നിപ്പിക്കേണ്ടതെന്നൊക്കെ വലിയ മെസ്സേജാണ് കൊടുക്കുന്നത്. സഹജീവികളോട് ഉള്ള സ്നേഹവും ആർദ്രതയും കരുണയൊക്കെ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്നും പരസ്പരം നിങ്ങൾ സഹപാഠികൾ തമ്മിലുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ ലഹരി എന്നൊക്കെ കാണിക്കുന്ന വലിയ സന്ദേശമാണ് നിങ്ങൾ രണ്ടാളും ഒരു സമൂഹത്തിന് മുഴുവൻ കൊടുത്തത്. ഇപ്പം ഈ കാലം അത് വല്ലാത്തൊരു ആവശ്യപ്പെടുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഈ മൂല്യങ്ങളെ പറ്റിയിട്ടൊക്കെ 1000 പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാളും വലിയൊരു സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ നിങ്ങളോട് പല അർത്ഥത്തിലും കടപ്പെട്ടിട്ടുണ്ട്. രണ്ടാൾക്കും ജീവിതത്തിൽ എത്രമാത്രം പഠിക്കാൻ പറ്റുമോ അതിൻ്റെ മെറിറ്റോറിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുമെങ്കിൽ അതിനെല്ലാ പൂർണ്ണമായ ചെലവും രണ്ടാൾക്കും ഞങ്ങൾ വഹിക്കുന്നതായിരിക്കും, അസറ്റ് വഹിക്കുന്നതായിരിക്കും. എവിടെ എത്തുന്നു അതുവരെ ഞങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും. സ്കൂളിലേക്കും തിരികെ വീട്ടിലേക്കും എത്താനുള്ള വഴിയാണ് സൂര്യദേവിന്റെ മറ്റൊരു സങ്കടം. ഏറെ ദുർഘടമായ ഈ വഴി ഒന്ന് നന്നാക്കി കിട്ടണമെന്ന ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും പഞ്ചായത്തിന്റെയോ ബന്ധപ്പെട്ട മറ്റ് അധികൃതരുടെയോ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിലെ കൊണ്ടുപോകാൻ പറ്റുമോ? ആരെങ്കിലും സഹായിക്കുമോ? ഇതുവരെ ചെയ്തിട്ടില്ല. തളർച്ചയിൽ താങ്ങായി സുൽത്താൻ ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധിയെ എല്ലാം മറികടക്കാനാവുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് സൂര്യദേവിനുള്ളത്. വിദ്വേഷങ്ങളുടെ കഥകൾ മാത്രം പുറത്തു വരുന്ന കാലത്ത് ഈ കുഞ്ഞു മനസ്സുകളുടെ സ്നേഹത്തിന്റെ കഥ മറ്റുള്ളവരുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് പ്രത്യാശിക്കാം. ACV ന്യൂസ്, കോഴിക്കോട്.